കേരള കോൺഗ്രസ് എം പിളരുകയാണ്. അത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യമാണ്. ജോസ് കെ മാണിയുടെ കയ്യിലിരിപ്പ് കാരണമാണ് കേരള കോൺഗ്രസ് എം ഇങ്ങനെ 4 കഷ്ണമായി പിളരാൻ പോകുന്നത് എന്നത് വ്യക്തം. കടുത്തുരുത്തി MLA ആയ മോൻസ് ജോസഫ് കൃത്യമായി പറയുന്നു. ഇടുക്കി MLA ആയ നിലവിലെ ജലവകുപ്പ് മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റിനുമായും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു. UDF പ്രവേശനം വേണം എന്നുള്ള ആവശ്യമായിരുന്നു ആദ്യം വലിയ തോതിൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉയർന്നു വന്നതെങ്കിൽ ഇനി അത് നടക്കില്ല. കാരണം കേരള കോൺഗ്രസ് എമ്മിന് കോട്ടയത്ത് വേരോട്ടമില്ല. അത് ജോസഫ് ഗ്രൂപ്പ് പിടിച്ചെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫ്രാൻസിസ് ജോർജ് കോട്ടയത്ത് ജയിച്ചു. സാധാരണയായി ഫ്രാൻസിസ് ജോർജ് ജയിച്ചുകൊണ്ടിരുന്നത് ഇടുക്കിയിലാണ്. 1999-ലും 2004-ലും വിജയിച്ചത് ഫ്രാൻസിസ് ജോർജ് ഇടുക്കിയിൽ നിന്നാണ്. എന്നാൽ 2009-ൽ ഇടുക്കിയിൽ TT തോമസ് വിജയിക്കുകയും 2014-ൽ അവിടെ ജോയ്സ് ജോർജ് വിജയിക്കുകയും 19-ലും 24-ലും തുടർച്ചയായി കോൺഗ്രസിന് വേണ്ടി ഡീൻ കുര്യാക്കോസ് വിജയിക്കുകയും ചെയ്തതോടുകൂടി ഇടുക്കി UDFൻ്റെ കോട്ടയായി മാറി. അപ്പോഴും കോട്ടയം സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ച എങ്ങും എത്താതെ നിന്നിരുന്നു. രമേശ് ചെന്നിത്തലയെ പോലുള്ള പ്രമുഖർ കോട്ടയത്ത് ലോക്സഭാ സീറ്റിൽ വിജയിച്ചിട്ടുള്ള പാരമ്പര്യമുണ്ട്. സുരേഷ് കുറുപ്പും എന്തിനധികം പറയുന്നു, ജോസ് കെ മാണി സ്വന്തം പിതാവിൻ്റെ ലേവലിൽ 2 തവണ കോട്ടയം MP ആയിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്നാൽ ഇക്കുറി ജോസ് കെ മാണിക്ക് അന്തരീക്ഷത്തിൽ നിൽക്കാനേ കഴിയുകയുള്ളൂ. കാരണം അദ്ദേഹത്തിനെ ഏറിൽ ട്രോളി കയറ്റിയിരിക്കുകയാണ്. ജോസ് കെ മാണിക്ക് ഇനി കേരള രാഷ്ട്രീയത്തിൽ ഷൈൻ ചെയ്യാൻ കഴിയില്ല. അതിന് കാരണമാകുന്നത് സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ്. കേരള കോൺഗ്രസ് എമ്മിനകത്തുള്ള നിരവധി MLA മാർ പാർട്ടി വിട്ടു പോകാൻ ഒരുങ്ങുകയാണ്. അവർ ജോസഫ് ഗ്രൂപ്പുമായി ചേർന്ന് UDF പോകാൻ തീരുമാനിച്ചിരിക്കുന്നതോടുകൂടി കേരള കോൺഗ്രസ് എം നാമാവിശേഷമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. UDF 2026-ൽ ഉന്നത വിജയം നേടാൻ കഴിയും എന്ന ശുഭ പ്രതീക്ഷയുണ്ട്. കാരണം അത്രയേറെ ജനദ്രോഹ നയവുമായി പിണറായി വിജയൻ മുന്നോട്ട് പോകുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നേടിയ വിജയം അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കപ്പെട്ടാൽ തീർച്ചയായും 2026 UDF സ്വന്തമാകും. 2011-ൽ UDF നേരിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അധികാരത്തിൽ വന്നതെങ്കിലും ഉമ്മൻചാണ്ടി എന്ന അഗ്രഗണ്യനായ നേതാവിൻ്റെ മുമ്പിൽ UDF കെട്ടുറപ്പോടുകൂടി 5 കൊല്ലവും നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചരിത്ര വിജയം. കുറെ UDFനകത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി തമ്മിൽ തർക്കമുണ്ട് എന്നൊക്കെ പറഞ്ഞ് MV ഗോവിന്ദൻ വലിയ വായിൽ വർത്തമാനം പറയുന്നുണ്ടെങ്കിലും UDF മറുപടി പറഞ്ഞത് വളരെ സ്പഷ്ടമായിട്ടാണ്. ഉൾപാർട്ടി ജനാധിപത്യം ഏറ്റവും അധികം അനുവദിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. ആർക്കും ആരെക്കുറിച്ചും പറയാം. ഹൈക്കമാൻഡിനെതിരെ പോലും ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന് വികാരം പ്രകടിപ്പിക്കാം. അത് വല്ലതും CPM-ൽ നടക്കുമോ? നിങ്ങൾ എവിടെയുണ്ട്? കേരളത്തിൻ്റെ ഒരു ഇട്ടാവട്ടത്ത് ഒരു കണ്ണൂർ ജില്ലയിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെയാണോ? ദേശീയ നേതൃത്വവുമായി മുഖാമുഖം സംഘപരിവാർ അജണ്ടകളോട് ഏറ്റുമുട്ടുന്ന ഞങ്ങളെ നിങ്ങളുമായി എങ്ങനെ ഉപമിക്കാൻ തോന്നുന്നു എന്നാണ് KPCC അധ്യക്ഷൻ K. സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പുകഞ്ഞ കുള്ളി പുറത്ത്. ജോസ് കെ മാണിയെ ഇനി ഇങ്ങോട്ടേക്ക് അടുപ്പിക്കേണ്ട. നിങ്ങൾ BJP-യിലേക്കോ വർഗീയതയുമായി അജണ്ടയുണ്ടാക്കുകയോ എന്തോ ചെയ്തോ, ഞങ്ങൾക്ക് നിങ്ങൾ എന്നത് അടഞ്ഞ അധ്യായമാണ്.